തസ്കിയ 319 സഹാബി ചരിതം 18 തുടർച്ച. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവചരിത്രത്തിലെ ഒരു ചെറിയ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചത്. ഇസ്ലാമിലേക്ക് വന്ന ആദ്യ പ്രമുഖരിൽ ഒരാളാണ് അദ്ദേഹം. കഠിനമായ പീഡനത്തിന് വിധേയമായി അബൂജഹലും അദ്ദേഹത്തിൻ്റെ യജമാൻ ഉമയ്യത്തും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അക്രമ മുറകൾ അദ്ദേഹത്തോട് കാണിച്ചപ്പോൾ കണ്ടു നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തെ കാശ് കൊടുത്ത് വാങ്ങി മോചിപ്പിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടതു പ്രകാരം അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖേന അദ്ദേഹത്തെ വാങ്ങി മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബിലാലെ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ച സമയത്ത് നിൻ്റെ നടത്തത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചല്ലോ. ആ ഒരു സ്ഥാനം നിനക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? നീ എന്താണ് ചെയ്ത സൽക്കർമ്മം? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങനെ പ്രത്യേകമായ സൽക്കർമ്മം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. പക്ഷേ ഏത് സമയത്ത് ഞാൻ വുളൂ ചെയ്താലും ആ വുളൂ ഞാൻ വെറുതെ ആക്കാറില്ല, 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ആ സ്ഥാനം ലഭിച്ചത് എന്ന് നബി തങ്ങൾ അംഗീകാരം നൽകുകയും ചെയ്തു. സ്വർഗത്തിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശബ്ദം കേട്ടു എന്നത് അദ്ദേഹത്തിനൊരു വലിയ സ്ഥാനമാണ്. പലപ്പോഴും അതോർത്തുകൊണ്ട് അദ്ദേഹം കരയാറുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെ കരച്ചിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനാണ് അദ്ദേഹം. അവിടുത്തെ ജീവിതകാലം മുഴുവനും ആ ഒരു വലിയ സ്ഥാനം പദവി അലങ്കരിച്ച വ്യക്തിയാണ്. പിന്നീട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത സമയം മുഅദ്ദിനായിട്ട് തുടരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയായിട്ട് വന്ന സിദ്ദീഖുൽ അക്ബർ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അഫ്ളലു അഅമാലിൽ മുഅ്മിനി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. സത്യവിശ്വാസിയുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരമാണ്. അതുകൊണ്ട് മരണം വരെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവായി ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാങ്കിവിളി അതിന് തടസ്സമാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് വിനയത്തോടെ പറഞ്ഞു, അൻഷുദുക്കല്ലാഹ യാ ബിലാൽ, എൻ്റെ പ്രിയപ്പെട്ട ബിലാലെ, ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തു പറയാണ്, നിനക്ക് എന്നോടൊരു ഹക്കുണ്ട്. നിന്നെ വാങ്ങി മോചിപ്പിച്ചത് ഞാനാണ്. ആ ഹക്കും എൻ്റെ ഹുർമത്തും പാലിച്ചുകൊണ്ട് ഞാൻ നിന്നോട് പറയട്ടെ, എനിക്ക് പ്രായമായി, വയസ്സായി, ഞാൻ മരിക്കാറായിട്ടുണ്ട്. ഇഖ്തറബ അജലി, എൻ്റെ അവധി അടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രായമായ സമയത്ത് എൻ്റെ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനായിട്ട് സേവനം ചെയ്ത നിങ്ങൾ തന്നെ എനിക്ക് മുഅദ്ദിനായിട്ട് നിൽക്കണമെന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്ത് വരെ മദീനയിൽ അദ്ദേഹം മുഅദ്ദിനായി തുടരുകയും ചെയ്തു. മഹാനവർകൾ വഫാത്തായപ്പോൾ സയ്യിദന ഉമർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ആ സമയത്ത് അദ്ദേഹവും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ മുഅദ്ദിനായി തുടരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറായില്ല, വിസമ്മതിച്ചു. ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, മാ യംനഉക അൻ തുഅദ്ദിന ബിലാൽ,
എന്തുകൊണ്ട് നീ എൻ്റെ കീഴിൽ ഒരു മുഅദ്ദിനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു മുഅദ്ദിനായിട്ട് നീ ഇവിടെ താമസിക്കുന്നില്ല? നീ എന്തിനാ നാട് വിട്ടു പോകുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ ഞാൻ ബാങ്ക് വിളിച്ചു. പിന്നീട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് കടപ്പാടുണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ വാങ്ങി മോചിപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ ഞാൻ ബാങ്ക് വിളിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു യോദ്ധാവായി ഷാമിലേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നാടുവിടുകയാണ്. പിന്നീട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് പോയ സമയത്ത് ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബാങ്ക് കേൾക്കാനുള്ള വല്ലാത്ത ഉത്കടമായ ഉണ്ടായപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചതനുസരിച്ച് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഒരു ബാങ്ക് വിളിച്ചു കൊടുത്തു. ഫലം യുറ ബാക്കിയൻ അക്സറ മിൻ ദാലിക്കൽ യൗം. അന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് കരഞ്ഞൊരു ദിവസവും കാണപ്പെട്ടിട്ടില്ല. മഹാനായ നബിത്തങ്ങളുടെ ജീവിതകാലത്തേക്ക് തൻ്റെ മനസ്സ് പുറകോട്ട് പോവുകയായിരുന്നു. അന്ന് കോരിത്തരിച്ച ആ ശബ്ദമാണ് ഇന്ന് കേൾക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള ആ ബാങ്ക് അനുസ്മരിച്ചു പോയതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കരച്ചിൽ അടക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു കൂട്ടക്കരച്ചിലായിട്ട് ഇത് മാറുകയായിരുന്നു.